CPM നേതാവായിരുന്ന കമലാസനൻ അനുസ്മരണം കായംകുളം പുതുപ്പള്ളിയിൽ നടത്തി. പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. പുഷ്പാർച്ചന, സമ്മേളനം എന്നിവയും നടത്തി. CPM-ന്റെയും KSTയുടെയും നേതാവും റിട്ടയേർഡ് പ്രഥമാധ്യാപകനുമായിരുന്ന കമലാസനന്റെ ഒന്നാമത് ചരമവാർഷികമാണ് കായംകുളം പുതുപ്പള്ളിയിൽ ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം എന്നിവ നടത്തി. പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം സംഘടിപ്പിച്ചത്. CPIM കായംകുളം ഏരിയ കമ്മിറ്റി അംഗം എസ് പവനനാഥൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വത്തിൽ കേരളത്തിലാകമാനം വരുന്ന 4-ാം തീയതി രാവിലെ 10 മണിക്ക് അതിതീഷ്ണമായ സമരത്തിലേക്ക് ഈ കേരളത്തിലെ ജനങ്ങൾ പോരാടാൻ പോകാം. ഇന്ത്യയിലെ ജനങ്ങൾ മരിക്കണം. വിവിധ തരങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ അതിർത്തിക്കെതിരെ ശക്തമായ പോരാട്ടങ്ങളാണ് രാജ്യത്താകെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾക്കാകെ തന്നെ നേതൃത്വം കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ആ പ്രവർത്തനത്തിൽ പങ്കാളികളാവുമ്പോൾ സഖാവിന്റെ ഓർമ്മ നമ്മളെ കരുത്തേകുക. സഖാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ 1000 രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഏരിയ കമ്മിറ്റി അംഗം ടി യേശുദാസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളിക്കല, PK വിദ്യാധരൻ, S രേഖ, പരമേശ്വരൻ പിള്ള, ശ്രീലത തമ്പി, ശ്രീകുമാർ, N രാജൻ, സുഭാഷ്, T സുനിൽലാൽ, ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. തന്റെ കഴിവിനനുസരിച്ച് തന്നെ കൊണ്ടാവുന്ന തരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും ആരോഗ്യപരമായി മുന്നിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ആ നിലയ്ക്കും ആരോഗ്യം ക്ഷയിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ നിലയ്ക്കും പാർട്ടിയെ സഹായിച്ചുകൊണ്ട് പാർട്ടിയെ നയിക്കുന്നതിൽ എല്ലാവിധമായ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടാണ് കമലാസനൻ സാറ് നമ്മളെ വിട്ടുതരുന്നത്. പാർട്ടിക്ക് ആവശ്യമായിട്ട് പാർട്ടിയുടെ ആവശ്യങ്ങൾ അനുസരിച്ച് സഹായിക്കുന്ന, തന്നെ കൊണ്ട് സഹായിക്കാൻ കഴിയുന്ന, സാമ്പത്തികമായി അല്ലാതെയും എല്ലാം ആളുകൊണ്ടും അർത്ഥം കൊണ്ടും എല്ലാ നിലയ്ക്കും നിസ്വാർത്ഥമായിട്ടുള്ള സേവനം നടത്തിയിട്ടുള്ള നില. അതാണ് ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. പാർട്ടിയുടെ തീരുമാനങ്ങൾ അപ്പടി വെള്ളം ചേർക്കാതെ നടപ്പാക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകൻ, പാർട്ടി അംഗം എന്നുള്ള നിലയിലാണ് നമുക്കെല്ലാം മാതൃകയായി പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.